സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹണി റോസിനോട് ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ റീച്ചലിന്റെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളിലുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. രണ്ട്, ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു, ഹണി റോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാനപുരസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണി റോസിന് സമൂഹ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും. ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് അവരോട് വളരെ ബഹുമാനപുരസരം സൂചിപ്പിക്കുക. ശ്രദ്ധിക്കുക, BNS പ്രകാരം 75 4 ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ശരിയല്ല. ഈ കാര്യത്തിൽ ആരും ബോച്ചെ ചെയ്ത് ശരിയാന്ന് പറയുന്നില്ല. ബോച്ചെ പോലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. ബോച്ചെ പോലും മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സ് വെച്ചതാ. അതോടൊപ്പം ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, അമല പോളിന്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കണം. ഇനി ബോബി ചെമ്മണ്ണൂരിനെ 3 വർഷം ജയിലിലിടണമെന്നാണോ ഹണി റോസിന്റെ അഭിപ്രായം? ഈ കുന്തി ദേവിയുടെ പരാമർശത്തിന്റെ പേരിൽ 3 വർഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടയ്ക്കണം എന്ന അഭിപ്രായം ഹണി റോസിനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജയിലിലടച്ച് കളയണോ? 2, ലാലേട്ടൻ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി കളേർഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ട് ഹണി റോസ് കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ? അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് പലപ്പോഴും സമൂഹത്തിലെ ആൾക്കാർ ചോദ്യം ചെയ്യും. ഫെമിനിസ്റ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് പുരുഷനെ വേട്ടയാടാവുന്ന മനോഭാവം മമ്മൂട്ടിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അത് മമ്മൂട്ടി ഒരു ഡയറക്ടർ എഴുതി കൊടുത്തതല്ലേ, തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ എന്നാരും ചോദിക്കുന്നില്ല. എന്നാൽ നേരെ തിരിച്ച് ലാലേട്ടൻ അത് പറയുമ്പോൾ അതൊക്കെ തിരക്കഥയല്ലേ എന്ന് പറയുന്നു. അപ്പൊ സമൂഹത്തിൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഈ ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും സോക്കോൾഡ് പുരോഗമനവാദികളുടെയും ഭാഗത്തുനിന്ന് വരുമ്പോ മറുഭാഗത്ത് എതിർപ്രതികരണങ്ങൾ വരുന്നത് ദയവായി ചോദ്യം മനസ്സിലായിട്ട് പറയാതെ ദയവായി ശ്രദ്ധിക്കുക. അതായത് സിനിമയിലും പൊതുരംഗത്തും നിൽക്കുന്നവർ സമൂഹത്തിൽ ചില മാന്യതകളും മര്യാദകളും പാലിക്കണം. ബോച്ചെ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് ആദ്യം വിമർശിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. കുന്തി ദേവി എന്ന ദ്വയാർത്ഥ പ്രയോഗം. ഇനി ഒരു വരി കൂടിയുണ്ട്. ബോച്ചെ പറയാൻ പോകുന്ന ഒരു ഡിഫൻസ്. ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയാണ് കുന്തിയായി മഹാഭാരതത്തിൽ അഭിനയിച്ചത്. സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലാണ്. ആ സീരിയലിനെ ആസ്പദമാക്കിയാണ് ഹണി റോസിനെ പരാമർശം ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കും. പക്ഷേ കുന്തി ദേവി എന്ന് പറയുന്നതിന്റെ ദ്വയാർത്ഥ പ്രയോഗം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അത് ബോച്ചെ പിൻവലിക്കണമെന്നും ബോച്ചെ പറഞ്ഞത് ശരിയായില്ലെന്നും ബോച്ചയ്ക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്നാൽ അതോടൊപ്പം ഈ നാടിൽ വരുന്ന കമന്റ് നോക്കിയാൽ മതി. വൾഗറായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ മിതത്വം ഇല്ലാതെയോ പലപ്പോഴും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പല രീതിയിൽ, എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പല രീതിയിൽ ഫോട്ടോയും വീഡിയോയും ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അത്തരം കാര്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് എല്ലാ മലയാളികൾക്കും അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അടക്കം ചാനലിൽ വന്ന് പല ആൾക്കാർക്കും പറയാനത് ധൈര്യം കാണില്ല. കാര്യം പറഞ്ഞ ചാനലുകളെല്ലാം കൂടി അവരെ ചാടിക്കടിച്ച് ഇല്ലാതാക്കും. അപ്പോ ഈ ലിബറലുകളുടെയും പുരോഗമനവാദികളുടെയും ആക്രമണം ഭയന്ന് പലരും അത് പറയാതെ. പക്ഷേ ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. ഹണി റോസിനെ ബഹുമാനമാണ്, ഇഷ്ടമാണ്. എന്നാൽ മിതമായി വസ്ത്രം ധരിക്കണമെന്നും സഭ്യതയുടെ അതിർവരമ്പുകൾ നിലനിർത്തണമെന്നും പറയുന്നത് ഒരു റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമായി ഹണി റോസ് എടുക്കും. ഹണി റോസിനെ ബഹുമാനത്തോടെയുള്ള വിമർശനമായി എടുക്കണമെന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. ഒരു പ്രമുഖ ചാനലിലൂടെ ഹണി റോസിന് രാഹുൽ ഈശ്വർ കൊടുത്ത മറുപടിയാണിത്. കൂടാതെ രാഹുൽ ഈശ്വർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനെ കുറിച്ചു: പ്രിയപ്പെട്ട ശ്രീ കുമാരി ഹണി റോസ്, താങ്കളുടെ കലാപ്രവർത്തനങ്ങൾക്കും സിനിമാ കരിയറിനും ബഹുമാനം നേരുന്നു. ബോയ് ഫ്രണ്ട് എന്ന താങ്കളുടെ ആദ്യ സിനിമയിൽ എൻ്റെ സുഹൃത്ത് നാഷ് ഖാൻ വില്ലനായി അഭിനയിച്ചിരുന്നു. ഹണിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരിൽ നിന്നും. ബഹുമാനത്തോടെയുള്ള ഒരു വിമർശനം, ഫീഡ്ബാക്കായി ഇതെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്പലങ്ങളിലും പള്ളികളിലും ഡ്രസ് കോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെയും ഡ്രസ് കോഡ് കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഭാഷയിൽ എൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു.
സ്ത്രീ ശരീരം കണ്ടാൽ നിയന്ത്രണം പോകുമോ എന്ന ചോദ്യം താങ്കളുടെ മനസ്സിലെ ദേഷ്യത്തിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഹണിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കുമെതിരെയുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ, ഒരു വലിയ പക്ഷേ, താങ്കൾക്കെതിരെയുള്ള വസ്ത്രധാരണത്തിലെ വിമർശനങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെനിക്ക് നിയന്ത്രണ പ്രശ്നം ഉള്ളതുകൊണ്ടല്ല, പകരം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. കുട്ടികൾ, വളർന്നുവരുന്ന പെൺകുട്ടികൾ, പ്രായമായവർ, കുടുംബങ്ങൾ എന്നിവ ഉള്ളതുകൊണ്ടാണ്. ഹണിയെപ്പോലുള്ള കലാകാരികൾ വളർന്നുവരുന്ന പെൺകുട്ടികൾക്ക് നല്ല മാതൃകകളാകണം. അതോടൊപ്പം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോച്ചയെ 1 വർഷം ജയിലിൽ ഇടണോ എന്നുകൂടി താങ്കൾ ചിന്തിക്കണം. ഹണി ഉന്നയിച്ച പോയിന്റ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തു. ലൈംഗിക ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണമെന്ന പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. കൺഗ്രാറ്റ്സ്. സിനിമയിലും ഇതുപോലെ ബാധകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കലാകാരി എന്ന നിലയിൽ വിമർശനം സ്വീകരിക്കാനും വിശാല മനസ്സോടെ കാര്യങ്ങൾ കാണാനും സാധിക്കട്ടെ. ജനുവരി 10-ന് ഇറങ്ങുന്ന റേച്ചൽ സിനിമയ്ക്ക് ഓൾ ദി ബെസ്റ്റ്.